കുറച്ച് കൂണ് അരിക്കൂണ് അവിടെ കണ്ടിട്ടുണ്ട് നമ്മളെ പറമ്പത്ത്. അപ്പോൾ അത് നമ്മൾ പറിക്കാൻ പോക്കാണ്. ഇതിനകത്ത് പറിക്കാം. മുട്ട് കുറച്ചും കൂടി ആയിട്ട് പറിക്കാം അല്ലേ? ഇപ്പം കുറച്ച് പറിക്കാം. ഉച്ചയാകുമ്പോഴത്തേന് വീട്ടിൽ അധികമാകുമല്ലേ? ഏട്ടൻ ഭാഗ്യത്തിന് വെറുതെ ആയിട്ട് ഇവിടെ വന്നതാണ്. ഞാനൊന്നും രാവിലെ അമ്മ ഈ ഡ്യൂട്ടിയൊന്നും നടന്നിട്ടില്ലേ? നിന്ന് നല്ല ചാറുകറിയില്ല. തന്നെ വെച്ചു കേട്ടോ. ഞാന് അന്ന് ഷൂട്ടിങ്ങിന്റെ അടുത്ത് പോയി വന്നിട്ട് അങ്ങ് പോയിട്ട്, അല്ലെങ്കിൽ അതിന്റെ മുമ്പാണ് അമ്മ വെക്കേണ്ടി വരും. ഇല്ല, ഞാൻ വെക്കണ്ട. നീ വെച്ചാ വൈകുന്നേരം ഒന്നല്ല, ഉച്ച കഴിഞ്ഞിട്ട്. ഞാനിത് ബാക്കി കാഞ്ഞു തരാം. തേങ്ങയെല്ലാം ഉണ്ടല്ലോ. ഇത് ഭാഗ്യമുള്ളവർക്കേ കിട്ടുന്ന പറയുന്നത്. ഏട്ടന് ഭാഗ്യം ഉണ്ടാവണ്ട. ആ അമ്മ ഇടുന്ന ഞാന് ഇന്ന് ഞാൻ വെള്ളത്തിനും വന്നില്ല. ഞാൻ അതിലേക്ക് കേൾക്കും, പക്ഷെ എനിക്ക് നിലത്ത് നോക്കില്ല. ഞാൻ എൻ്റെ ഈ ചീനിയുടെ തൊട്ട് നോക്കി റോഡ് എല്ലാടിയും ഉണ്ടല്ലേ. ഒരിക്കലും ഇവിടെ തന്നെയല്ലേ പൊന്തിയത്? അവിടെ കേട്ടോ. പിന്നെ ഞാൻ അരി ഇട്ടിട്ടില്ല. അതപ്പടി പറ്റുമോ? അങ്ങനെ ഇടുന്നതാണ്. ഊണ് നമുക്ക് തോരനും ആക്കണം, പിന്നെ വറുത്തരച്ചിട്ട് ചാറും ആക്കണം. എന്തെങ്കിലും പറയുന്നുണ്ട്. ക്ഷമയോടെ പറിക്കണം അല്ലേ? അത് അന്റെയാണ്, വെളിച്ചാടിയല്ല, ഫോണിന്റെ കവറിന്ന് എടുത്തതാ. വരുന്നേ ഈടെ പിന്നെയും പൊന്തിയിട്ടുണ്ട്. ആ ഞാൻ പറിക്കാം. ആ നുള്ളി വെച്ചിട്ടുണ്ട്. അത് ബാക്കി ഇതും കൂടെ നുള്ളിയിട്ട് വേഗം കറി വെച്ചോ. ഞാൻ അത് തോരൻ വെക്കണോ. ഇത്ര അരിക്കുമ്പിൽ കിട്ടിയിട്ടുണ്ട്. തോരനാക്കണം ചെയ്യണം, പിന്നെ വറുത്തരച്ചിട്ടും വെക്കുന്നുണ്ട്. ഇനി ഈ കൂണ് നല്ലോണം മണ്ണെല്ലാം കളഞ്ഞിട്ട് കഴുകി എടുക്കട്ടെ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകണം. ആദ്യം മണ്ണ് കഴുകി കളഞ്ഞിട്ടുണ്ട്, പിന്നെ ഇനി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് സമയം വെക്കട്ടെ, എന്നിട്ട് കഴുകിയെടുക്കുക. മണ്ണെല്ലാം പോയിന്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതാ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ കണ്ടുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്, ഒറ്റ ചെയ്യാണ്ട്.
നല്ല മഴയും വരുന്നുണ്ട്. തേങ്ങ ചിരകിയിട്ടുണ്ട് കൂണ് തോരൻ വെക്കാൻ. പിന്നെ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി കടുക് വറുത്തിട്ട് ഇതെല്ലാം ഒന്ന് ഇടട്ടെ. നല്ല മഴയാണ്. ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് സമയം വേവിട്ട് പൊത്തി വെച്ചിട്ട് നല്ല ഇടിയെല്ലാം പൊട്ടുന്നുണ്ട്. കുറച്ച് സമയം വേവട്ട്. എന്നിട്ട് പൊത്തി വെച്ച് വേവിക്കാം. അങ്ങനെ കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.